പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന AV ഗോപിനാഥ് പോലെയുള്ള മുൻ DCC പ്രസിഡൻറ്റ്, അതുപോലെ നമ്മുടെ P സരിൻ, ഇവരുടെയൊക്കെ പിന്മാറ്റം അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നത്, അതിന് എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനം DC പ്രസ്ഥാനം എന്ന രീതിയിൽ നോക്കിക്കാണുന്നത്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ആരും ഈ പാർട്ടി വിട്ടു പോകണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. അവർ നിർബന്ധിതമായിട്ട് മാറിപ്പോയതാണ്. പക്ഷേ അതാണ് ജനങ്ങൾ കൊടുത്ത മറുപടി. വെച്ചാൽ ഞാനാണെങ്കിൽ പോലും കോൺഗ്രസ് ഒരു പ്രസ്ഥാനമാണ് വലുതല്ലാതെ വ്യക്തിയല്ല എന്ന തെളിവാണ്. മുൻ MLA, DC പ്രസിഡന്റ്, അങ്ങനെ എല്ലാം ആയിരുന്ന ഒരു നമ്മളൊക്കെ വല്ല ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരുന്നു. അദ്ദേഹം തോറ്റു. ജനങ്ങൾ അദ്ദേഹം വാർഡ് ഓർക്കണം, മൊത്തമായിട്ട് വരുന്ന പൊളിറ്റിക്കലാണ്. ഒരു പഞ്ചായത്ത് മാറുന്ന പൊളിറ്റിക്കലാണ്, അസംബ്ലി മാറുന്നത് രാഷ്ട്രീയമാണ്. മനസ്സിലാണ്ട, ഒരു വ്യക്തി തോൽക്കുന്ന അവർ വ്യക്തി അധിഷ്ഠ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് എതിർപ്പ് എത്ര വന്നു, അവർ മാറുമ്പോൾ ഉണ്ടാവുന്ന സീറ്റ് കിട്ടാതെ മാറിയാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ടൊന്നും പാർട്ടിക്ക് ബാധിച്ചില്ല എന്നുള്ള തെളിവാണ് ആ ബൈ-ഇലക്ഷൻ വരുന്ന പാലക്കാടിലെ മെച്ചപ്പെട്ട വിജയം. ലോക്കൽ ബോഡിയിൽ ഈ മാറിയ ആളുടെ പഞ്ചായത്ത് വരെ നെക്ക് ടു നെക്ക്. അതോടൊപ്പം തന്നെ കോട്ടായി പഞ്ചായത്ത് ഒപ്പമാണ് CPM കോൺഗ്രസും. ഇവിടെ ടോസിലാണ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്, ആ പ്രസിഡന്റ് അവിടെ. അപ്പോൾ അവിടെ മോശമായിട്ടുള്ള എവിടെയും വന്നിട്ടില്ല, അവിടെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്.